രാവിലെ കാപ്പി കുടിച്ചിട്ട് മോളെയും കൊണ്ട് സൂയിൽ പോവാമെന്നും പറഞ്ഞ് ഞങ്ങൾ നിൽക്കുകയായിരുന്നേ. പക്ഷെ പെട്ടെന്നാട്ടോ പ്രതീക്ഷിക്കാണ്ട് വീട്ടിലൊരു ഗസ്റ്റ് വന്നത്. അവർ പോയപ്പോഴാണെന്നുണ്ടെങ്കിൽ ഉച്ച ആയായിരുന്നു. അത് കാരണം ആ കാര്യം അങ്ങ് മുടങ്ങിയായിരുന്നേ. പിന്നെ ഇന്ന് ഉച്ചത്തേക്ക് ബിരിയാണിയും ചിക്കൻ കറിയും പപ്പടവും ഒക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ച് വൈകുന്നേരം മോളെയും കൊണ്ട് പുറത്തു വല്ലതും പോവാന്ന്. അതുകൊണ്ട് ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കയറി കിടന്ന് ഉറങ്ങിയായിരുന്നേ. എണീറ്റതിന് ശേഷം എന്താ മോൾക്കും വാപ്പാക്കും ഒക്കെ തണ്ണിമത്തൻ ജ്യൂസും അടിച്ച് കൊടുത്തതിന് ശേഷം വീട്ടിലെ പണിയൊക്കെ പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ച് മുറ്റയൊക്കെ തൂത്തിട്ട് വീടൊക്കെ തൂത്തിട്ടപ്പോഴേക്ക് മോൾക്ക് അടുത്ത് വിശക്കണമെന്ന് പറഞ്ഞ് വന്ന്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മുട്ട അപ്പം പൊരിച്ച് കൊടുക്കുക കേട്ടോ. ആദ്യമായിട്ടാണ് പൊരിച്ച് കൊടുക്കുന്നത്. ആൾക്കധികം ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഈ പരിപാടി ഇന്നത്തോടെ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ പുറത്ത് പോകാമെന്നും പറഞ്ഞ് റെഡി ആയിട്ടോ. ഇവിടെ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു. അത് കാരണം പിന്നെ വേറെ ദൂരമൊന്നും പോയില്ല. അടുത്ത് നമ്മളെ കടപ്പുറത്ത് തന്നെയാണ് പോയത്. അപ്പോൾ വീട്ടിൽ നിന്ന് കുറേ കളിപ്പാട്ടൊക്കെ കൊണ്ടുവന്ന കേട്ടോ ഇരിക്കുന്നത്. പിന്നെ മണ്ണൊക്കെ നനഞ്ഞു കിടന്നുകൊണ്ട് ഒത്തിരി നേരം ഇരുന്നില്ല. നമ്മുടെ സ്ഥിരം സ്പോട്ടിൽ പോയി ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് ഇതാ ചായ കുടിക്കാൻ വന്നതാ. അപ്പം മോൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്നും പറഞ്ഞ് വാങ്ങിച്ചു വെച്ചിട്ടിരിക്കുക. ഇവിടെ നല്ല മഴയാട്ടോ. അപ്പോഴേക്കും തൊട്ടടുത്ത വീട്ടിലെ കുഞ്ഞൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റാത്ത കാരണം ഞങ്ങൾ നേരെ കാറിൽ കൊണ്ടുവച്ചാട്ടോ ബാക്കി ഭക്ഷണമൊക്കെ കഴിച്ചത്. എൻ്റെ മോള് കഴിക്കണമുണ്ട്, എനിക്ക് വാരി തരുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ കാണാം. ബൈ.